ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കിനും നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിനും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള 4 സവാള എടുത്തേക്കുന്നത്. സവാള, വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തന്നെ നമ്മൾ ചിക്കൻ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പ് 2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ ഇട്ട് കൊടുക്കാം. അവിടെ 2 ടീസ്പൂൺ മഞ്ഞളാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ട് ഇളക്കിയ ശേഷം നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല ഇട്ട് ഇളക്കി വെച്ചിരുന്ന ചിക്കനാണ്. ഒരു 2 മണിക്കൂർ മുന്നേ വെച്ചിരുന്നതാണ്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ നമുക്കിനി അതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് വേണ്ട മസാല നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മീറ്റ് മസാല, 2 ടീസ്പൂൺ ചിക്കൻ മസാല എന്നിവയിട്ട് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുക്കുക. ഒരുപാട് കരിഞ്ഞു പോകാതിരിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത് അത് നല്ലതായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം നന്നായിട്ടത് രണ്ടും മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ചൂടുവെള്ളം നമുക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അത്ര ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് മൂടി വെച്ച് അത്യാവശ്യം ഒന്ന് വറ്റിച്ചെടുക്കണം. ചിക്കൻ ഒന്ന് വേവണമല്ലോ. ചിക്കൻ വേവിൻ്റെ കുറച്ച് വെള്ളം വറ്റുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ഇടാൻ വേണ്ടിയുള്ളത് സെറ്റാക്കാം. അതിനുവേണ്ടി ഒരു ചെമ്പെടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഫസ്റ്റ് ഒരു ലെയറായിട്ട് ഇടാം. നമ്മൾ റൈസ് ഓൾറെഡി വേവിച്ച് വെച്ചായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ വീഡിയോ നമുക്ക് സ്കിപ്പായിപ്പോയി. അപ്പം റൈസ് വേവിച്ചതിൻ്റെ അകത്ത് നമ്മൾ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, നെയ്യൊക്കെ ഒഴിച്ച് ആണ് നമ്മൾ ചോറ് വേവിച്ച് ഊറ്റിയെടുക്കുമായിരുന്നു. നമ്മൾ സാധാരണ നമ്മൾ ചോറ് വെക്കില്ല, അതുപോലെ നമ്മൾ വാർത്തെടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഒരു ലെയർ റൈസ് ഇട്ട് കൊടുത്ത് അതിൻ്റെ പുറത്തേക്ക് വറുത്ത് വെച്ച് കാഷ്നട്ടും കിസ്മിസും പുതിനയിലയും ഒനിയനും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ലെയറായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ലെയറാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ലെയർ വരെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ജീര റൈസാണ് എടുത്തേക്കുന്നത്.
1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് നമ്മൾ ചോറ് വേവിച്ചെടുത്തത്. അതിനുശേഷം നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു വെയിറ്റ് എടുത്ത് വെക്കാം. വെയിറ്റ് വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അത് തുറക്കാം കേട്ടോ. തുറന്ന് കഴിഞ്ഞപ്പോൾ നല്ല മണം വരുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ എസൻസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പൈനാപ്പിൾ എസൻസ് ആയിരുന്നു ഒഴിച്ചിരുന്നത്. നല്ല മണം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ.